ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ പുണ്യ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വരികയാണ്. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മാസം, ആ പുണ്യ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ റൂമുകളിൽ, നമ്മുടെ ഫ്ലാറ്റുകളിൽ, നമ്മുടെ ബിൽഡിങ്ങുകളിൽ, നമ്മുടെ കടകളിൽ, നമ്മുടെ വാഹനങ്ങളിൽ, നമ്മുടെ ഓഫീസുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ അൽഹംദുലില്ലാഹ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, അതിന്റെ അടയാളങ്ങൾ നമ്മുടെ ഓരോ ഇടങ്ങളിലും അത് കാണണം. പരിശുദ്ധമായ പുണ്യ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വീടുകളിൽ അത് കാണണം, അതിന്റെ ഒരു അടയാളം കാണണം. എല്ലാ പ്രിയപ്പെട്ടവരും വീടും പരിസരവും റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് വൃത്തിയാക്കണം. വീടും പരിസരങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് വൃത്തിയാക്കുക. ഉസ്താദ് പറയണത് നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്കാം, അതേ പ്രകാരം അത് ചെയ്യുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ചെയ്യൂലേ? അറിവിന്ദിലാവിന്റെ എന്റെ അറിവിന്ദിലാവ് പുസ്തകം, അറിവിന്ദിലാവിന്റെ ഡയറി എടുക്കാനായിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ ഹദീസ് പറഞ്ഞു തരും, അത് എഴുതി വെക്കണം. റബീഉൽ അവ്വൽ മാസം, പുണ്യ റബീഉ, പരിശുദ്ധ റബീഉ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ വീട്ടിൽ അതിന്റെ ഒരു അടയാളം കാണണം. എങ്ങനെ ഉസ്താദേ? അതൊന്നും ഞാൻ അടിച്ചു വാരലുണ്ട്, അതൊക്കെ ശരിയാണ്, എന്നും അടിച്ചു വാരണം, എന്നും ക്ലീൻ ചെയ്യണം. റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ അൽഹംദുലില്ലാ മുറ്റത്തോ മറ്റു ഭാഗങ്ങളിലോ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെത്തിക്കോരി നല്ല റാഹത്തിൽ, നല്ല സന്തോഷം, പരിശുദ്ധ റബീഉൽ അവ്വൽ വരുന്നതിന്റെ ഒരു അടയാളം നമ്മുടെ വീട്ടുവളപ്പിൽ, നമ്മുടെ വീട്ടിൽ കാണണം. മുറ്റത്ത് അടിച്ചു വാരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ക്ലീൻ ചെയ്യാം, അതൊക്കെ അടിച്ചു വാരി ക്ലീൻ ആക്കുക. മാറാലകളൊക്കെ തട്ടുക. വീട്ടിന്റെ ഉള്ളില് മാറാലുണ്ടാവില്ലേ? മാറാല എന്ന് പറഞ്ഞറിയില്ലേ? അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടുക, അതൊക്കെ ഒന്ന് തട്ടിയിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. പരിശുദ്ധ പവിത്രമായ റമദാൻ മാസം നമ്മൾ വരുമ്പോൾ റമദാൻ മുന്നൊരുക്കം ചെയ്യുമല്ലോ, ഇതേ പ്രകാരം പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോൾ വീടൊക്കെ ഒന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് വൃത്തിയാക്കുക. മാലാറകൾ അതുണ്ടെങ്കിൽ, ചപ്പു ചവറുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി ക്ലീൻ ചെയ്യാം. അങ്ങനെ പുണ്യ റബീഇനെ സ്വീകരിച്ച നമ്മുടെ വീട് പുണ്യ റബീഇനെ സ്വീകരിച്ച വീടാവണം. അതേ പ്രകാരം വീടിന്റെ പുറത്തോ അതല്ലെങ്കിൽ വീടിന്റെ മതിലിന്റെ ഭാഗത്തോ അതല്ലെങ്കിൽ കാണുന്ന രൂപത്തിൽ വീട്ടിൽ ചെറിയ ഒരു അൽഹംദുലില്ലാ, ചെറുതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഇത് ചെയ്യണം, എല്ലാവരും ചെയ്യണം. വീടൊന്ന് അലങ്കരിക്കുക, ലൈറ്റുകൾ വെച്ചിട്ട് വീടൊന്ന് അലങ്കരിക്കുക. പറ്റുന്ന ആളുകൾ, അതൊക്കെ എല്ലാവർക്കും പറ്റാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഉസ്താദ് നമുക്കിപ്പോ എങ്ങനെയാ അതൊക്കെ പറ്റുമോ? അതൊക്കെ പറ്റും. നല്ല ബൾബുകളൊക്കെ വെച്ചിട്ട്, നല്ല ലൈറ്റുകളൊക്കെ വെച്ചിട്ട് അലങ്കരിക്കുക നമ്മുടെ വീട്. പുണ്യ റബീഉൽ അവ്വലിനെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം മുഴുവനും ആ വീട്ടില് ആ പ്രകാശം ഇങ്ങനെ കാണണം, വീട്ടിൽ ആ വെളിച്ചം ഇങ്ങനെ കാണണം. നമ്മുടെ ഒക്കെ വീട്ടിൽ നമ്മൾ ചെയ്യണം. നമ്മൾ ഉപ്പമാര് നിങ്ങളത് പറഞ്ഞാൽ ചെയ്യുന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് അത് പറയുന്നത്. മനസ്സിലായോ? ചെറിയ രൂപത്തിലാണെങ്കിലും നമ്മളെ കൊണ്ട് എല്ലാം പറ്റുന്ന രൂപത്തിലൊക്കെ ചെയ്യാം. നമ്മുടെ നാട്ടിലെ കണ്ടില്ല നിങ്ങൾ, പള്ളികളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് നല്ല റാഹത്തായിരിക്കുന്നത് കാണാൻ കഴിയും. മാഷാ അല്ലാഹ്. പുണ്യ റബീഇന് സ്വാഗതം. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയെ നമ്മൾ കൊണ്ടുവരികയാണ് അല്ലേ? ഒരു പുതിയ അതിഥി നമ്മുടെ വീട്ടിലേക്ക്, ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ആ ഗസ്റ്റിന് വേണ്ടിയിട്ട് ഒരുങ്ങും അല്ലേ? റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ല റാഹത്തിൽ, സിറ്റ് ഔട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടക്കും. കസേരങ്ങുമ്പോ പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി ഒന്ന് ക്ലീൻ ചെയ്യും ഇല്ലേ? അതിഥി വരുമ്പോ നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യല്? എല്ലാ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോ നമ്മൾ എങ്ങനെ ചെയ്യാറുള്ളത്? അങ്ങനെ തന്നെയല്ലേ അല്ലേ? അല്ലാതെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം അല്ലേ?
ഇപ്പോ പിന്നെ തീരെ യൂസ് ചെയ്യാതെ എടുത്തു വെക്കുന്ന കസേരകളൊക്കെ ഉണ്ടാവും. തീരെ യൂസ് ചെയ്യാതെ എടുത്ത് അട്ടിക്ക് വെക്കുന്ന കസേരകളൊക്കെ ഉണ്ടാവും. ഒരു അതിഥി വരുമ്പോൾ, ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ആ കസേര ഇട്ടെടുക്കും, ആണല്ലോ. ഇപ്പൊ എന്റെ ഉമ്മയൊക്കെ ഉള്ള സമയത്ത്, എന്റെ ഉമ്മ അല്ലാഹുമാരെ ഖബറൊക്കെ സുഖാക്കി കൊടുക്കട്ടെ, ഈ പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. പുതിയ നല്ല ചൊറുക്കില്ല, നല്ല ഭംഗിയുള്ള പ്ലേറ്റുകൾ ഉണ്ടാവുമല്ലോ, ഭക്ഷണം കഴിക്കണ പ്ലേറ്റുകൾ ഉണ്ടാവുമല്ലോ. പൊട്ടുന്ന പ്ലേറ്റിലൊന്നും ഞങ്ങൾക്ക് വല്ലാതെ ചോറ് ഭക്ഷണം തരില്ല. കാരണം എന്താ, അതിപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തല്ലുകൂടിയാണ്ട് അല്ലെങ്കിൽ പൊട്ടിച്ചത് പൊട്ടും, അത് വേറെ. അതേ പ്രകാരം അന്നത്തെ കാലത്ത്, ഇന്നിപ്പം മുഴുവൻ വീട്ടിലും, എല്ലാ വീട്ടിലും പൊട്ടുന്ന പ്ലേറ്റായി. പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ബസി എന്നൊക്കെ പറയുന്നത്, നമ്മള് ബസി പ്ലേറ്റ്, ബാസി അല്ല കേട്ടോ, ബസി പ്ലേറ്റ്, അതൊക്കെ ഇപ്പൊ കാണുന്ന വളരെ കുറവാണ്. അതൊക്കെ ഉണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ ചോറുന്നപ്പോ അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ അംഗനവാടിയിലൊക്കെ ചോറുന്നപ്പോ ഇങ്ങനെ വരിന്നപ്പോ അതാണ് ബസി ഇറങ്ങുന്നത്. അപ്പൊ ഈ പൊട്ടുന്ന പ്ലേറ്റ് ഉണ്ടാവും, അതെന്ത് ചെയ്യും, എടുത്തു വെക്കും, പെട്ടിന്റെ ഉള്ളിൽ എടുത്തു വെക്കും. കട്ടിലിന്റെ ചോട്ടിലോ പെട്ടിന്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യും, ബോക്സിലാക്കിയിട്ട് തക്കാളി പെട്ടിയിലൊക്കെ എടുത്തു വെക്കും. അതിലൊന്നും നമുക്ക് ചോറ് ഇടില്ല. അതൊക്കെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോ മാത്രം ഓൽക്ക് കൊടുക്കും. നമുക്ക് ആ ബസ്സിൽ, ആ പഴയ ബസ്സിൽ അതിലിങ്ങനെ ചോറിങ്ങനെ തരും. കാരണം എന്താ, അത് ഗസ്റ്റ് വരുമ്പോ അല്ലെങ്കിൽ ഒരു വിരുന്നുകാർ വരുമ്പോ നമ്മളിങ്ങനെ ആഗ്രഹിക്കും, അത് ഏതെങ്കിലും ഒരു വിരുന്നുകാർ വന്നാൽ മതി. എന്തിന് ആ പുതിയ പ്ലേറ്റിൽ ചോറുന്നാന്, അല്ലെങ്കിൽ ആ പൊട്ടിന് അതിന്റെ ഉള്ളിൽ ഓരോ പൂവിന്റെ ചിത്രമൊക്കെ ഉണ്ടാവും, അത് കാണുമ്പോ രസമാണ്. അങ്ങനെയൊക്കെ നമ്മളമ്മ ആ പ്ലേറ്റ് ഒക്കെ കട്ടിലിന്റെ ഒട്ടിക്ക് എടുത്തു വെക്കും എല്ലാം. എന്നിട്ട് ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോ മാത്രം. അപ്പൊ അങ്ങനെ കണ്ട്. അപ്പൊ ഒരു ഗസ്റ്റ് വരുമ്പോൾ മാത്രം ഉപയോഗിക്കാന് ചിലപ്പോൾ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, വെള്ളം കുടിക്കുന്ന ഗ്ലാസ്, ചിത്രങ്ങളൊക്കെ ഉള്ള ഗ്ലാസ്, അതൊക്കെ എന്ത് ചെയ്യും, ഷോക്കേസിലോ മറ്റു ഭാഗങ്ങളിലൊക്കെ എടുത്തു വെക്കും. എന്നിട്ട് ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോൾ എന്ത് ചെയ്യും, അതിൽ വെള്ളം കലക്കി കൊടുക്കും. നമ്മൾ സാധാരണ ദാഹിക്കുന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സാധാരണ ഗ്ലാസ്സിൽ ചിലപ്പോ വെള്ളം കിട്ടും, ചിലപ്പോ അല്ലെങ്കിൽ ഗ്ലാസ് തന്നെ ആവണമെന്നില്ല, ചിലപ്പോ വെള്ളം ഈ തള്ളക്കൈലുണ്ടാവും. മലപ്പുറം ഭാഷയുടെ ഞാൻ പറയണത്, തള്ളക്കൈല്, കുഞ്ഞിക്കൈല്, അങ്ങനത്തെ കുറെ കൈലുകളുണ്ട്. തള്ളക്കൈലോ എന്താ കൂടണ, തള്ളക്കൈല് പറഞ്ഞാൽ വലിയ കൈല്, കഞ്ഞ് കൂറ്റണ, ചോറൊക്കെ ഊറ്റണ കൈല്. നമ്മളൊക്കെ കുറെ ചോറ് ഊറ്റിയതാണ്. അപ്പൊ ആ കയ്യില് ചിലപ്പോ ആ കയ്യിലേക്ക് നമുക്ക് വെള്ളം കിട്ടുക. ഗസ്റ്റാര് വരുമ്പോ എന്ത് ചെയ്യും, ഓൽക്ക് മാഷാ അല്ലാ നല്ല ക്ലാസ്, നല്ല അതങ്ങനെ തന്നെ കൊടുക്കേണ്ടത്. അപ്പൊ ഗസ്റ്റ് വരുമ്പോ, ഒരു അതിഥി വരുമ്പോ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യും, നല്ലതുപോലെ സൽക്കരിക്കും. നമ്മൾ നേരെ വന്ന് കണ്ട് ദാഹിക്കുന്നുണ്ട് കുറച്ച് വെള്ളം തരി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആ കുടത്തിലുണ്ട് അവിടെ കുടിച്ചൂട് കറി, ആ പാത്രത്തിലുണ്ട് അവിടെ കുടിച്ചൂട് കറി. നമ്മളമ്മ കഞ്ഞിൻ്റെ ഉള്ളേ തരുള്ളൂ, പച്ചവെള്ളം കുടിക്കാനായില്ല. പച്ചവെള്ളം കുടിക്കണണ്ട അപ്പൊ കിട്ടടി. ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം ചൂടാക്കിയത്, അതും ചെറിയ ചൂടില് എനിക്കെപ്പോഴും ചൂടില്ല കുടിക്കാൻ കഴിയില്ല, നല്ല ചൂടില്ല കുടിക്കാൻ കഴിയില്ല. കാരണം അത് ഉമ്മ ചെറുപ്പം മുതലേ ശീലാക്കിയതാണ്. എവിടെ പോയാലും ചൂടാറ്റിയിട്ടേ തരുള്ളൂ. അതങ്ങനെ ശീലമായി പോയി. ഇപ്പൊ ചൂടില്ല കുടിച്ചാൽ ചുണ്ട് വേഗം പൊട്ടും, അല്ലെങ്കിൽ വായ വേഗം പൊട്ടും, മുറിയാവും. അത് ഉമ്മ ശീലാക്കിയൊരു കാര്യമാണ്. അതേ പ്രകാരം പച്ചവെള്ളം കുടിക്കാനാകില്ല. പച്ചവെള്ളം ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ പച്ചവെള്ളം ചിലപ്പോ ഉമ്മ കാണാതെ പിന്നെ കുടിക്കലാണ്. അത് കണ്ട അടി കിട്ടും ചെയ്യും. കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടാവും, അത് ചൂടാക്കി അത് മാത്രമേ തരുള്ളൂ. അത് ഉമ്മാര് മക്കളെ നോക്കുന്ന ഒരു ശൈലി, അത് വേറെ. അതിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, നമ്മൾ ചിലപ്പോ വെള്ളം ചോദിച്ചുമ്പോ ആ കുടുക്കിയിലുണ്ട് അത് കുടിച്ചൂട് കറി. ഗസ്റ്റ് വരുമ്പോ അങ്ങനെയാണോ? അല്ലല്ലോ. പുതിയ ജഗ് എടുക്കും. നമ്മൾ എടുക്കുന്ന സാധാരണ നമ്മളിപ്പോ ചായക്ക് പറയുമ്പോ ഇതേമാർക്കത്തെ കോപ്പുണ്ടാവും, ആ കോപ്പിയിലേക്കാണ് നമ്മൾ ചായ തരാം. നേരെ മറിച്ച് ഒരു ഗസ്റ്റ് വരുമ്പോഴോ അങ്ങനെ നമ്മൾ കൊടുക്കാം അല്ലല്ലോ. ഒരു വിരുന്നാര് വരുമ്പോ ഓൽക്ക് നമ്മൾ എന്ത് ചെയ്യും, നല്ല പാത്രത്തില്, നല്ല പ്ലേറ്റില്, നല്ല റാഹത്തില്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, ഒരു ഗസ്റ്റിനെ നമ്മൾ നല്ലതുപോലെ സ്വീകരിക്കും. ഒരു ഗസ്റ്റിനെ നമ്മൾ നല്ലതുപോലെ സ്വീകരിക്കും, നല്ലതുപോലെ ഒരു ഗസ്റ്റിനെ സ്വീകരിക്കും. ഇതേ പ്രകാരം വിശ്വാസിയുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റാണ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പുണ്യ റബീഉൽ അവ്വൽ. ആ പുണ്യ റബീഉൽ അവ്വൽ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ആ പരിശുദ്ധ റബീഉൽ അവ്വലിനെ സ്വീകരിക്കുന്ന വീടായി നമ്മുടെ വീട് മാറട്ടെ. ആ പുണ്യ റബീഉൽ അവ്വലിനെ സ്വാഗതം മോതുന്ന വീടുകളായി നമ്മുടെ വീട് മാറട്ടെ. ആ പരിശുദ്ധ പുണ്യ റബീഇനെ സ്വാഗതം മോതുന്ന കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വമാ അർസൽനാക
അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്ത് മുഴുവനും തങ്ങളെ റഹ്മത്താണ് നബിയേ. ലോകത്ത് മുഴുവനും നിങ്ങളെ കാരുണ്യമാണ് നബിയേ. ലോകത്ത് മുഴുവനും നിങ്ങളെ കരുണയാണ് നബിയേ. ലോകത്ത് മുഴുവനും നിങ്ങൾ കരുണക്കടലാണ് നബിയേ. മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, പറവകൾക്ക് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും, ജീവനുള്ളതും ജീവനില്ലാത്തതിനും തങ്ങളെ റഹ്മത്താണ് നബിയേ. തങ്ങളെ കാരുണ്യമാണ് നബിയേ. തങ്ങളെ ഐശ്വര്യമാണ് നബിയേ. തങ്ങളുടെ വരവ് ഈ ലോകത്തിന് തന്നെ വലിയ സന്തോഷമാണ്. തങ്ങളുടെ വരവ് ഈ ലോകത്തിന് വലിയ അനുഗ്രഹമാണ് നബിയേ. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാനില്ല നബിയേ. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ആകാശമില്ല നബിയേ. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഭൂമിയില്ല നബിയേ. തങ്ങളില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് മറ്റൊന്നുമില്ല. ഒന്നുമില്ല നബിയേ, ഒന്നുമില്ല നബിയേ. എല്ലാം അല്ലാഹു പടക്കാൻ കാരണം തങ്ങളാണ് നബിയേ. ഉമ്മമാരെ, ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കാൻ കാരണം നമ്മളെ താമസിക്കുന്ന നമ്മുടെ ഭവനമുണ്ടല്ലോ, നമ്മുടെ ഉമ്മയുണ്ടല്ലോ, പാപ്പയുണ്ടല്ലോ, ഭാര്യയുണ്ടല്ലോ, ഭർത്താവുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, മരുമക്കളുണ്ടല്ലോ, പേരമക്കളുണ്ടല്ലോ. ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം പടച്ചു തമ്പുരാന് ഏതെല്ലാം വിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും തന്നിട്ടുണ്ടോ, എല്ലാം ഉണ്ടാവാൻ കാരണം നമ്മുടെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളെ കൊണ്ടാണ് ഈ ലോകം തന്നെ ഉണ്ടായത്. ആ തങ്ങളെ കാരണമായിട്ടാണ് ആകാശങ്ങളല്ല പടച്ചത്. ആ തങ്ങളെ കാരണമായിട്ടാണ് ഭൂമി ലോകത്ത് അല്ലാഹു പടച്ചത്. ആ തങ്ങളെ കാരണമായിട്ടാണ് മഹാനായ നബിയുല്ലാഹി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള പടച്ചത്. ആ തങ്ങള് കാരണമായിട്ടാണ് ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും അല്ലാഹു പടച്ചത്. ആ തങ്ങളെ കാരണം പരിശുദ്ധമായ പുണ്യ റബീഉൽ അവ്വലിന്റെ 12 ലോകത്തേക്ക് മുത്ത് റസൂലുള്ള പിറന്നു വീണപ്പോ അത് കാരണമായിട്ടാണ് ഈ ലോകത്തെ മുഴുവനും അല്ലാഹു പടച്ചതെന്ന്. അല്ലാഹുവേ, അത് നമ്മളെ മറന്നു പോവല്ല. എന്റെ പ്രിയപ്പെട്ട മുത്തു മോമിനീങ്ങളെ, ആ പരിശുദ്ധമായ പുണ്യ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ പരിശുദ്ധമായ പുണ്യ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. സ്വാഗതം ചെയ്യാം. അല്ലാഹുവേ, ആ പരിശുദ്ധമായ പുണ്യ റബീഉൽ അവ്വൽ മാസത്തെ വേണ്ടതുപോലെ സ്വാഗതം ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ നമ്മളൊക്കെ ഉണ്ടാവാൻ കാരണക്കാരായ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക ചൊല്ലി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ തങ്ങള് കാരണാണ് നമ്മുടെ വീടും നമ്മുടെ നാടും എല്ലാം ലോകത്ത് എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടായത്. അപ്പൊ ആ തങ്ങളുടെ ജന്മദിനം വരുമ്പോ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം? അതിൽ സന്തോഷിക്കണം. നമ്മൾ മാത്രം സന്തോഷിച്ചാ പോരാ. നമ്മൾ റബീഉൽ അവ്വൽ 12 പള്ളിയിലൊന്ന് പോയി, അല്ലെങ്കിൽ റബീഉൽ അവ്വലിൽ നടക്കുന്ന നാട്ടിൽ നടക്കുന്ന പ്രോഗ്രാമിനൊന്ന് പോയി, അൽഹംദുലില്ലാഹ് എന്റെ സന്തോഷം അതോടുകൂടി തീർന്നു. അത് സന്തോഷാണ്, വലിയ സന്തോഷാണ്, അതോടുകൂടി തീരുന്നില്ല. റബീഉൽ അവ്വൽ മാസം വരുമ്പോ നമ്മുടെ വീട് ആ സന്തോഷത്തിൽ പങ്കാളിയാവണം. എന്താ നിങ്ങളുടെ അഭിപ്രായം? പറയും. എങ്ങനെ വീടിനെ പങ്കാളിയാക്കുക? അൽഹംദുലില്ലാഹ് ഒന്ന് അലങ്കരിക്കുക. നമ്മുടെ വരുന്ന തലമുറ അത് കണ്ടുപഠിക്കട്ടെ. മാഷാ അല്ലാഹ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ചെയ്യൂല നിങ്ങള്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മക്കളോട് പറയാം, മാനെ നാളെ റബീഉൽ അവ്വൽ മാസം, നാളെ മറ്റന്നാളായിട്ട്, നാളെ ഇൻഷാ അല്ലാഹ് മാസം കണ്ടാൽ അൽഹംദുലില്ലാഹ് വരികയാണ്. നമ്മുടെ വീട് ആ റബീഉൽ അവ്വൽ വരുന്നതിന് മുമ്പ് ഒന്ന് അലങ്കരിക്കണം. അലങ്കരിക്കാന്ന് പറഞ്ഞാൽ വല്ലാതെ പെയിന്റ് ഒക്കെ അടിച്ച് കല്യാണത്തിന് ഒരുങ്ങും പോലെ പന്തലൊക്കെ കെട്ടി അങ്ങനെ ഒരുങ്ങാന്നല്ല ഉസ്താദ് പറഞ്ഞത്. അതിന്റെ ഒരു അടയാളം,
ആ രാത്രി സമയത്ത് നമ്മുടെ വീട് ഇങ്ങനെ ഒരു നല്ല ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കണം. നമ്മുടെ വീടിന്റെ അടുത്തുള്ളൂടെ ഒരു വിഭാഗം ഒരു ആളുകൾ പോവുകയാണെങ്കിൽ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഇവിടെയൊക്കെ മുത്തുനബിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. മനസ്സിലാക്കണം, അല്ലാ ഇവിടെയൊക്കെ മുത്തുനബിനെ സ്നേഹിക്കുന്ന വീടുകളുണ്ട് കേട്ടോ, മുത്തുനബിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് നമ്മുടെ വീട് കണ്ടിട്ട് മറ്റുള്ളവര് അവരും അതുപോലെ ചെയ്യണം. അതെന്ത് വേണം, നമ്മൾ ആദ്യം ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീടും പരിസരമൊക്കെ ഉള്ളും പുറക്കെ വൃത്തിയാക്കാം. അതിനെല്ലാരും കൂടി കൊടുക്കണം, ഓക്കെ. ഉസ്താദ് പറഞ്ഞ എന്നോടാ ജഡ ചെയ്തുവിടുവാണെങ്കിൽ അങ്ങനെ ഒഴിഞ്ഞു മാറരുത്, ആരും ഒഴിഞ്ഞു മാറരുത്. എല്ലാവരും ഇതിൽ പങ്കാളിയായി കൊടുക്കുക, എല്ലാവരും ഇത് കൂടി കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും വീട്ടിലും മൗലിദിത്താവ് വേണം, എല്ലാവരും വീട്ടിലും വേണം. പരിശുദ്ധ ഖുർആൻ നമ്മൾ എന്ന് ഓതും. അതോടുകൂടെ പരിശുദ്ധ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ നമ്മുടെ വീടുകളിൽ ഇൻഷാ അല്ലാഹ് മൗലിദ് ഓതണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേ പ്രകാരം പരിശുദ്ധ പുണ്യ റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് സുബഹിയുടെ മുന്നേ നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ സുബഹിയുടെ മുന്നേ എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ മുത്തുനബിയുടെ മൗലിദ് നമുക്ക് ചൊല്ലണം. അത് വളരെ വിപുലമായിട്ട് നമ്മുടെ വീടുകളിൽ നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാടുകളിലും നമ്മുടെ മഹല്ലുകളിലും പള്ളികളിലും മദ്രസകളിലും പരിസരങ്ങളിലും നടക്കുന്ന നബിദിന പ്രോഗ്രാമുകളിലും റബീഉൽ അവ്വൽ പ്രോഗ്രാമുകളിലും വളരെ സജീവമായിട്ട് നമ്മൾ ഉണ്ടാവണം. വളരെ സജീവമായിട്ട് സാമ്പത്തികമായിട്ടും ഏത് രൂപത്തിലും നമ്മൾ സജീവമായിട്ടുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ എടുത്തു വെച്ചോണ്ടി എന്റെ റബീഉൽ അവ്വലിനെ പരിശുദ്ധ റബീഉ നിലാവ് ഈ പ്രാവശ്യം ഇൻഷാ അല്ലാഹ് റബീഉ നിലാവിന്റെ പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12-നാണ് മദീനത്ത് വെച്ചിട്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ പരിശുദ്ധ റബീഉൽ അവ്വലിനെ ഓരോ ദിവസവും ഉസ്താദ് ഓരോ ഹദീസുകൾ പറഞ്ഞു തരും, അത് എഴുതി വെക്കണം. എന്റെ അറിവിന്ദിലാവിന്റെ ഡയറി ഒന്നുകൂടി ഇൻഷാ അല്ലാഹ് പൊടിയൊക്കെ തട്ടിയിട്ട് എടുക്കാനായിക്കാണ്. അറിവിന്ദിലാവിന്റെ ഡയറി എവിടെ ഇല്ലേ? ഡയറില്ലേ? അതെടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഓരോ ദിവസം പറഞ്ഞു തരുന്ന ഹദീസുകള് പോയിന്റുകള് അതിൽ എഴുതി വെക്കണം. നാളെ മുതൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നാളെ ഞാൻ ചോദിക്കും, വീട് എന്താക്കി, അടിച്ചു വാരയോ, അലങ്കരിച്ചോ, അത് ചോദിക്കും. അപ്പൊ കൃത്യമായി മറുപടി എനിക്ക് കിട്ടണം. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുന്നുള്ളത് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളോട് പറയണത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മക്കളോട് പറഞ്ഞോളി, മരുക്കളോട് പറഞ്ഞോളി. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട്ടില് പരിശുദ്ധ പുണ്യ റബീഉൽ അവ്വലിന്റെ ഒരു പ്രകമ്പനം, ഒരു സന്തോഷം നമ്മുടെ വീടുകളിൽ ഇൻഷാ അല്ലാഹ് അത് കാണണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. അടുത്ത റബീഉൽ അവ്വലിൽ നമ്മളുണ്ടോന്ന് അറിയില്ല, അടുത്ത പുണ്യ റബീഉൽ അവ്വൽ വരുമ്പോ നമ്മൾ ഉണ്ടാകുമെന്ന് അറിയില്ല. അള്ളാഹുവേ മുത്തുനബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണമല്ലാ, മുത്തുനബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. എല്ലാരും ചൊല്ലിക്കോളി, അല്ലാ 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 അല്ലാ. എല്ലാരും ചൊല്ലി. ഇതിലിപ്പോ ഒരുപാട് ആളുകൾ കമന്റിൽ അറിയിക്കുന്നുണ്ട്, ഉസ്താദെ ഞങ്ങളെ വീട് ഇന്നലെ തന്നെ ലൈറ്റുകളൊക്കെ വെച്ച് അലങ്കരിച്ചു. മാഷാ അല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നാളത്തെയും മറ്റന്നാളത്തെയും കമന്റുകളിൽ ഇൻഷാ അല്ലാഹ് എന്റെ വീട് അലങ്കരിച്ചു ലൈറ്റുകളൊക്കെ വെച്ച് അലങ്കരിച്ച് മാഷാ അല്ലാഹ് ആ ഒരു സന്തോഷം കേൾക്കണം. എല്ലാരും അത് പറയണം. റബ്ബ് അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ ഞങ്ങൾക്കതിന് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ, നീ അതിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ അതിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ. എല്ലാരും ചൊല്ലിയേ. നാട്ടിൽ വന്നിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി യാത്ര പുറപ്പെടും കേട്ടോ. ഇന്ന് രാത്രി ഇൻഷാ അല്ലാഹ് യാത്ര പുറപ്പെടും. ഇൻഷാ അല്ലാഹ് നാളെ നാട്ടിലെത്തും ഇൻഷാ അല്ലാഹ്. എല്ലാരും ചൊല്ലി, അല്ലാ 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 അല്ലാ. ഉറക്ക ചൊല്ലി. എല്ലാരും ഉമ്മരുപ്പരും സഹോദര സഹോദരിമാരെല്ലാരും ചൊല്ലി, അല്ലാ 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 അല്ലാ
അല്ലാഹ് 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 അല്ലാഹ്